നമസ്കാരം. ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ വിതരണക്കാരായ ഫ്രാൻസ് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത് പരീക്ഷിച്ച് വിജയിപ്പിച്ച പിനാക്ക റോക്കറ്റ് സംവിധാനം ഇന്ത്യയിൽ നിന്നും വാങ്ങുവാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസർബൈജനിൽ നിന്നും സൈനിക ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന അർമേനിയയാണ് ആദ്യമായി ഇന്ത്യയിൽ നിന്നും 2000 കോടി വിലമതിക്കുന്ന 4 പിനാക്ക റോക്കറ്റ് ലോഞ്ചറിൻ്റെ ബാറ്ററികൾ ഇന്ത്യയിൽ നിന്നും വാങ്ങിയത്. 2023 നവംബറോടുകൂടി തന്നെ ഈ 4 പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകളും അർമേനിയക്ക് ഇന്ത്യ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രിസിഷൻ ഡിജിറ്റൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചറിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ DRDOയും TASLഉം 20 വർഷക്കാലത്തെ കഠിനാധ്വാനത്തിലൂടെ വികസിപ്പിച്ചെടുത്ത് വിജയകരമായി പരീക്ഷണം നടത്തിയതാണ് പ്രിസിഷൻ ഡിജിറ്റൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകൾ. പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടതും എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ഒരു പരോക്ഷ ഏരിയ ഫയർ ആർട്ടിലറി വെപ്പൺ സിസ്റ്റമാണ്. നിർണായകവും സെൻസിറ്റീവുമായ ഏരിയ ലക്ഷ്യങ്ങൾക്കെതിരെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ കൂടുതൽ അളവിൽ വെടിയുതിർക്കുക എന്നതാണ് ഇതിൻ്റെ ദൗത്യം. ലോഞ്ചറിൻ്റെ ദ്രുത പ്രതികരണവും താരതമ്യേന ഉയർന്ന പോയിന്റിങ്ങും കൃത്യതയും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർണായകവും സമയ സെൻസിറ്റീവുമായ ശത്രു ലക്ഷ്യങ്ങൾക്കെതിരെ വലിയ അളവിൽ വെടിയുതിർക്കാൻ ഇതിനെ പ്രാപ്തമാക്കുന്നു. വെടിവെക്കുന്ന സമയത്ത് 4 ഹൈഡ്രോളിക് ആക്ച്വേറ്റഡ് ഔട്ട്റിങ്ങുകളിൽ ലോഞ്ചർ സിസ്റ്റം പിന്തുണക്കുന്നു. പോഡുകൾ ക്ലാബ് ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായ ക്രാഡിൽ റിവോൾവിംഗ് ബേസിലേക്ക് പിവറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ 2 പോഡുകൾ വശങ്ങളിലായി ഘടിപ്പിച്ചിരിക്കുന്നു. ഓരോ പോഡിലും റോക്കറ്റുകൾ ലോഡ് ചെയ്യുന്നതിന് 6 ലോഞ്ചർ ട്യൂബുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല അത് 2x3 മാട്രിക്സിൽ അടുക്കിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാൻ മെഷീൻ ഇൻ്റർഫേസ് വാഹന ക്യാബിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഒരു ഫയർ കൺട്രോളർ കമ്പ്യൂട്ടറുമായോ ലോഞ്ചർ കമ്പ്യൂട്ടറുമായോ മാനുവലായോ ബന്ധിപ്പിച്ചുകൊണ്ട് ലോഞ്ചർ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും. ലോഞ്ചറിൻ്റെ ഇനീഷ്യലൈസേഷൻ ഒരു ഓട്ടോമാറ്റിക് ഗൺ അലൈൻമെൻറ്റ് ആൻഡ് പോയിൻറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡയൽ സൈറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓട്ടോ ലെവലിംഗ് അഥവാ സ്റ്റാബിലൈസേഷൻ സഹിതം ഷൂട്ട് ആൻഡ് സ്കൂട്ട് ചെയ്യാനുള്ള ശേഷി ഇതിനുണ്ട്. 44 സെക്കൻഡിനുള്ളിൽ 12 റോക്കറ്റുകളുടെ സാൽവോ ചെയ്യാനുള്ള കഴിവ്, കൃത്യവും വേഗത്തിലുള്ളതുമായ ഇൻസ്റ്റലേഷനായി ഓൺ ബോർഡ് ഇനീഷ്യൽസ് നാവിഗേഷൻ സിസ്റ്റം ഇതിനുണ്ട്. കൃത്യവും വേഗത്തിലുള്ളതുമായ ഇൻസ്റ്റലേഷനായി ഓൺ ബോർഡ് ഇനേർഷ്യൽ നാവിക സിസ്റ്റവും ഇതിനുണ്ട്. ഇത്രയും കൃത്യതയുള്ളതും യുദ്ധഭൂമിയിൽ ശത്രുക്കൾക്കെതിരെ മാരകമായ പ്രകടശേഷി ഏൽപ്പിക്കാൻ കഴിവുള്ളതുമായ ഒരു റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഇന്ന് ലോകരാജ്യങ്ങളിൽ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഫ്രാൻസ് ഡിഫൻസ് ഫോഴ്സിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ ഈയിടെ പ്രസ്താവിച്ചത്.